നമ്മുടെ ഈ നമ്മളുടെ ഈ ഒരു ജീവിത യാത്രയില് നമ്മളുടെ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ? ആ ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് നമുക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മളെ റൂട്ട് ക്ലിയർ ആയിരിക്കണം. നമുക്ക് കറക്റ്റ് അവിടെ എത്തണം എന്നുള്ള ആ എത്താനുള്ള ആ റൂട്ട് കറക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിക്കൂ. അതും എളുപ്പത്തിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? അത് നമ്മൾക്ക് അറിവ് വേണം. നമ്മൾ പഠിക്കണം അല്ലെ? പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇൽമ്, അതിനെക്കുറിച്ചുള്ള ഇൽമ് നമുക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും എന്താകണം? തയ്യാറാകണം അല്ലെ? നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്ന, നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നമ്മള് യഥാർത്ഥ ജീവിതത്തിലെ വിജയമാണ് അല്ലെ? ഈ ദുനിയാവിൽ നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ കാലാകാലത്തെ ഒരു ജീവിതം ഉണ്ട് അല്ലെ? ഈ ജീവിതം എന്നുള്ളത് എന്താണ്? ഒരു മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ്. വളരെ കേവലമായ കുറഞ്ഞ വർഷങ്ങളുടെ അല്ലെ, കുറഞ്ഞൊരു കാലഘട്ടം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതം, യഥാർത്ഥ ജീവിതം, അത് കാലാകാലത്തെ പരലോക ജീവിതമാണല്ലോ. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവിടെ നമുക്ക് വിജയം നേടണമെങ്കിൽ, അവിടെ നമുക്ക് സുഖ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് ഉതകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ നമ്മളിൽ ഉണ്ടാകണം അല്ലെ? ആ കർമ്മങ്ങൾ നമ്മൾ എങ്ങനെ നേടിയെടുക്കും? അത് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആനില് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അറിയിച്ചു തന്ന അല്ലെ, ഹുദൻ ലിന്നാസ് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹുദയിലേക്ക് നമ്മൾ എന്താകണം? നമ്മൾ എത്തിപ്പെടണം. അപ്പോ ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ എന്താകണം? കൃത്യമായ അറിവുള്ളവരാകണം അല്ലെ? പരിശുദ്ധ ഖുർആൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓതി വെച്ച ആയത്ത് തന്നെ നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞല്ലേ? നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ നമ്മളുടെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ച് അല്ലെ? എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചാ പറയുന്നത് അല്ലെ? ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പൊ അതിനെക്കുറിച്ചും എല്ലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്ത് പരിശോധിച്ചാല് എന്തെല്ലാം അറിവുകളാ നമുക്ക് കിട്ടുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒട്ടുമിക്ക നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? ഈ ഖുർആനിലുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കണം? ഈ ഖുർആനിനെ ശരിയായ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം, പഠിക്കണം. ഇപ്പം അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് മുമ്പിൽ അതിനുള്ള അവസരം നിങ്ങളുടെ ഈ ഒരു അക്കാഡമി തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അതിന്റെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങൾക്ക് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. വളരെ നല്ല രൂപത്തിൽ, സത്യത്തില് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അല്ലെ, സ്ത്രീകൾക്ക് വീട്ടുജോലികളും മക്കളെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പുറത്തു പോയി അറിവ് അന്വേഷിച്ച് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒത്തുവരൂല അല്ലെ? അത് ചിലപ്പോ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോ അവരെന്താ, അറിവൊന്നും നേടാതെ പിന്നെ അറിവില്ലാത്തവരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ വരിക. പക്ഷെ ഇന്ന് സത്യത്തില് നമ്മൾ വലിയ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കാനുള്ള അവസരങ്ങള്, വേദികള്, ഇങ്ങനെയുള്ള ഓരോ അക്കാഡമികളുടെ കീഴിൽ അള്ളാഹു നമ്മളെ മുമ്പിൽ എത്തിച്ചു തരുന്നത് അല്ലെ? നമുക്ക് അനുയോജ്യമായ സമയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട്, അനുയോജ്യമായ ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട്, പിന്നെ നമുക്ക് നമ്മളുടെ ജോലികൾ ഒരു ഭാഗത്ത് ഒതുക്കി ഇല്ലെ, അതിലേക്ക് പ്രവേശിച്ച് ക്ലാസ്സുകൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ നല്ല സുവർണാവസരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്.
ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളെ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന രീതിയിൽ അതിനെ എന്താക്കാം, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അറ്റ്ലീസ്റ്റ് നമ്മള് ഒരു കേൾവിക്കാരെങ്കിലും ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ്. പഠനം തന്നെ തെരഞ്ഞെടുക്കണം. പഠിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ ജീവിതത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാണ്. നമുക്കതിന്റെ ഫലം ഇന്ന് നമുക്ക് അത് അറിയാൻ കഴിയൂല. അത് നാളെ നമുക്ക് അവിടെ എത്തിയാലാ നമുക്കറിയാൻ കഴിയും. കാരണം എന്താ അറിയോ? ഇപ്പൊ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോ അതിന്റെ ശ്രേഷ്ഠത നമ്മൾ അറിയുമ്പോഴാണ് അതിനെ ഒന്നുകൂടി നമുക്ക് നന്നാക്കി ചെയ്യാൻ പറ്റുക, അല്ലെ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം തന്നെ എടുത്തോ, അല്ലെ? നമ്മള് ആ ആ ഒരു നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി നമ്മൾ കൃത്യമായി ചോദിച്ച് അന്വേഷിച്ച് എത്തുമ്പോഴാണ് അതെന്താകുന്നത്, നമുക്ക് എളുപ്പമാകുന്നത്, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മളെ സ്വർഗം, നമ്മളുടെ പരലോകം, നമ്മളുടെ പരലോക മോക്ഷം, അതൊക്കെ നമുക്ക് എളുപ്പമാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അറിവ് അന്വേഷിക്കുന്നവരാകണം. എവിടുന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടോ അവിടൊക്കെ ചെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാ. ഇന്ന് നമ്മളെ തേടിയെത്തുന്ന അറിവ് സുബ്ഹാനല്ലാഹ്, മുൻഗാമികളായ പൂർവികരായ ഉലമാക്കളൊക്കെ ഒരറിവ് അന്വേഷിച്ച് എത്ര കിലോമീറ്ററുകളോളം ദൂരം യാത്ര ചെയ്ത് നമുക്ക് അല്ലെ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. എന്തിനു വേണ്ടിയാ? അല്ലെ, അറിവ് അന്വേഷിച്ച് ഓ ഓരോ സഹാബാക്കളിൽ നിന്നും ഹദീസുകള് ക്രോഡീകരിച്ച് ഓരോ ഗ്രന്ഥരൂപത്തിലാക്കിയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് ഇന്ന് ഇട്ട് തരുന്നില്ലേ. ഇന്ന് നമുക്ക് ഒരു വിരലുകൾ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നോരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോ ഓരോ ഗ്രന്ഥങ്ങളുടെയും അല്ലെ, എങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മളെ മുമ്പിൽ വിരൽ തുമ്പിലി എന്ന് പറഞ്ഞ പോലെ അള്ളാഹു എത്തിച്ചു തന്ന്. അന്ന് മുൻഗാമികൾ അറിവ് അന്വേഷിച്ച് പോയി, അവർക്ക് അതിന്റെ മഹത്വം അത്ര അറിയായിരുന്നു, അല്ലെ? അവർക്ക് അതിന്റെ പ്രാധാന്യം അറിഞ്ഞത് കൊണ്ട് തന്നെ അതിനു വേണ്ടി എത്ര ത്യാഗം ചെയ്യാനും അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. എത്ര കാലം എങ്ങനെ, അല്ലെ, കാൽനടയായിട്ടും വാഹനത്തിലും അന്ന് ഇത്രയും സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് അവരെത്ര മാസങ്ങളോളൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഓരോ ഹദീസുകളും അവര് സമാഹരിച്ചത്. അതിന്റെ സ്വീകാര്യത, അല്ലെ, അത് എത്രത്തോളം സഹീഹാണ്, ഒതന്റിക് ആണ് എന്നൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ എത്തിച്ചു തന്നതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾക്കോ ഇന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രയാസവും ഇല്ലാതെ നമ്മളുടെ മുമ്പിലേക്ക് അല്ലാഹു തആല ഇങ്ങനെ ഇട്ട് തരാണ്, അല്ലെ? അറിവ് നമ്മളെ തേടി വരികയാണ്. അവര് അറിവ് തേടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അറിവെല്ലാം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കാന്ന്. ഒരു ക്ലിക്ക് മതി. ഇഷ്ടം പോലെ, അല്ലെ? ഓരോ ദിവസവും എത്രയോ ക്ലാസ്സുകളുടെ ലിങ്കും കാര്യങ്ങളും, എന്തെല്ലാം കോഴ്സ് കാര്യങ്ങള്, ഏതെങ്കിലും ഒന്നില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അത് പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അത് ഒന്നെങ്കിലും എന്നുള്ളതാണ്, ഏതെങ്കിലും ഒന്നെങ്കിലും പറ്റുന്നവര് ഓരോന്നും എടുത്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് നേടുന്ന ഇൽമ് നമുക്ക് എവിടേക്കുള്ളതാണ്? നാളത്തേക്ക്, അല്ലെ? നാളത്തേക്കുള്ള നമ്മളെ അമലുകളാക്കി നമ്മൾ മാറ്റേണ്ട ഇൽമാണ്. ഒരാള് അറിവ് നേടുമ്പോഴാണ് എന്താകുന്നത്, അയാളുടെ കർമ്മങ്ങൾ അയാൾക്ക് നന്നാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നല്ലപോലെ പരിശ്രമിക്കാം. ഇപ്പം നമ്മള് ചെയ്യുന്ന ദിക്റുകള്, ഇപ്പൊ അൽഹംദുലില്ലാ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്, അല്ലെ? വളരെ കർമ്മങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠത പറഞ്ഞ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞല്ലേ, അത്രയും പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ അവസാനത്തെ 10 രാത്രികളെക്കാൾ എന്ന് പറഞ്ഞ അത്രയും ശ്രേഷ്ഠതയാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് റമളാനിലെ അവസാനത്തെ 10 നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ലൈലത്തുൽ ഖദർ, അല്ലെ? ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത എത്രയാ? ഖൈറും മിൻ അൽഫി ഷഹർ പറഞ്ഞതാണ്, അല്ലെ? അതിനേക്കാളെന്ന് പറയുമ്പോ എത്രമാത്രം ഉണ്ടാവും, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ പകലുകൾ, ഈ ദിനരാത്രങ്ങൾ, ഈ ദിവസങ്ങൾ, ഇതിന്റെ ഓരോ സെക്കൻഡുകളും നമ്മൾ വളരെ നല്ല രീതിയിൽ എന്താക്കണം? ഉപയോഗപ്പെടുത്താൻ. അത് നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? അതിനെക്കുറിച്ച് അറിവ് വേണ്ടേ, അല്ലെ?
ഇതൊന്നും കേൾക്കാത്ത അറിയാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയോ? ഇതൊക്കെ എങ്ങനെ ഈ ദിവസങ്ങളിൽ ഇത്ര ശ്രേഷ്ഠത ഉണ്ട്. ഓരോ തക്ബീറിനും ഓരോ തഹ്മീദിനും ഓരോ തഹ്ലീലിനും ധാരാളം തക്ബീറുകൾ ചൊല്ലേണ്ട ദിവസങ്ങളാണ്. എത്രത്തോളം നിങ്ങൾക്ക് കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ കഴിയോ അത്രയും ചെയ്യാ. ഏത് സൽക്കർമ്മമായാലും ദിക്റാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, നോമ്പാകട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് ഇതിൽ. അധികരിപ്പിച്ചാൽ അത്രയും ശ്രേഷ്ഠത പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്ത കേൾക്കാത്ത ഒരാൾ എങ്ങനെ ജീവിക്കുന്നുണ്ടാവും? സാധാരണ ഉള്ള ദിവസങ്ങൾ പോലെ തന്നെ ഈ ദിവസങ്ങളും കഴിച്ചു കൂട്ടുന്നുണ്ടാവും അല്ലെ? നേരെ മറിച്ച് അത് അറിഞ്ഞ ഒരാളാണെങ്കിലോ അതിനു വേണ്ടി മത്സരിക്കും അല്ലെ? അതാണ് അറിവും ആ അറിവില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മള് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എന്താകണം? അറിയണം. ആ പിന്നെ അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്, ല്ലേ? നോക്കാൻ പറയുന്നത് എങ്ങോട്ടേക്ക്? ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കൊക്കെ. എന്തൊക്കെയാ അവിടെ ഉള്ളത് എന്ന്. എന്തൊക്കെയാ ഉള്ളത് നിങ്ങൾ നോക്ക്. അല്ലെ? നമ്മൾ നോക്ക് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു നോട്ടമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആഴത്തിൽ മനസ്സിലാക്കണം. അല്ലെ? പരിശുദ്ധ ഖുറാനിലെ നമ്മളെ സൂറത്തുൽ ഗാശിയയിൽ നമ്മൾ എപ്പോഴും ഓതുന്നില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അല്ലാഹു തആല നമ്മളോട് പറയുന്ന, ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ആ ഒരു ഒട്ടകത്തിന്റെ കാര്യം മാത്രം നമുക്ക് എടുത്തു നോക്കാലോ. അല്ലെ? സുബ്ഹാനല്ലാഹ്. അതിനെ അല്ലാഹു തആല എങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്? ഒട്ടകത്തെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നല്ലേ, സഫീനത്തു സഹറ എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൺപീലികൾ ഈ മണൽക്കാറ്റടിച്ചാൽ കണ്ണിലേക്ക് പൊടി ആവാത്ത രീതിയിൽ അത്രയും സെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു തആല ചെയ്തിട്ടുള്ളത്. അതിന്റെ കാലിന്റെ കുളമ്പുകൾ, അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഈ മണലിലൂടെ സഞ്ചരിക്കാൻ പാകത്തിലാണ് അള്ളാഹു തആല അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ അതിന്റെ പൂഞ്ഞ, അല്ലെ? നമുക്കറിയാം അല്ലെ, എത്രയോ ദിവസങ്ങളോളം മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ഒരു ഒരു സംഭവം അതിലിങ്ങനെ അള്ളാഹു തആല തയ്യാറാക്കി കൊടുത്തിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ ചിന്തിക്കണല്ലേ, അള്ളാഹു എന്തെല്ലാം ഈ കാര്യങ്ങൾ അള്ളാഹു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നോക്കിയേ. ഇതേപോലെ നമ്മളെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിക്കോ വെറുതെ, അല്ലെ? നമ്മളെ മനുഷ്യ ശരീരത്തിലേക്ക് ഒന്ന് നോക്ക്. നമ്മളെ റബ്ബിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് അറിവ് വേണ്ടേ, അല്ലെ? ശരിക്കും വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടതും അത് തന്നെയാണ്. നമ്മളെ റബ്ബിനെ കുറിച്ച്, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന, നമ്മളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളെ കാര്യത്തിൽ കൈകാര്യകർതൃത്വമുള്ള, നമ്മളെ എല്ലാ രീതിയിലും നമ്മുടെ മേൽ ഉടമസ്ഥാവകാശമുള്ള നമ്മളെ റബ്ബിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? അതെങ്ങനെ അറിയാം? നമ്മൾ പഠിക്കാൻ തയ്യാറാകണം, പഠിക്കാൻ ഇറങ്ങണം, അല്ലെ? അസ്മാഉൽ ഹുസ്ന നമ്മൾ പഠിക്കണം, അറിഞ്ഞ് മനസ്സിലാക്കണം അള്ളാഹുവിനെ. അപ്പോഴേ നമുക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. റഹ്മാനായ റബ്ബിനെ നമുക്ക് അറിയുമ്പോഴാണ് നമുക്ക് ആ റബ്ബിനോട് ഇഷ്ടം വരാന്. ആ ഇഷ്ടം വരുമ്പോഴാണ് നമ്മളെ ഇബാദത്തുകളെല്ലാം എന്താകാന് ആസ്വാദികരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാൻ. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനെക്കുറിച്ചുള്ള അറിവ് വേണം, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഓരോന്നും ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ. ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് ചിന്തിച്ചു നോക്ക്. എല്ലാത്തിലെയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. നമ്മള് മതപരമായ ഇൽമ് കരസ്ഥമാക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരാന്നറിയോ? നമുക്ക് ശരിക്കുള്ള ഈമാൻ അള്ളാഹു നമ്മളെ ഹൃദയത്തിൽ ഇട്ട് തരാൻ. ഓരോ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു നോക്ക്. സത്യത്തില് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകള്, സ്ത്രീകളാണല്ലോ, നമ്മൾ ഇത് ലേഡീസിന് വേണ്ടിയിട്ടാണല്ലോ സംഘടിപ്പിക്കുന്നത്. ഈ അക്കാഡമി ആയാലും ഇതിന്റെ പ്രവർത്തനങ്ങളായാലും എല്ലാം ലേഡീസിനാണല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. സ്ത്രീകള് മതപരമായ അറിവ്
നേടുന്നതിന് ഒരുപാട് മഹത്വം പറയുന്നുണ്ട്. സ്ത്രീകള് പിന്നെ ദീനി വിജ്ഞാന രംഗങ്ങളില് ശരിക്കും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ ഒരുപാട് നല്ല രീതിയിൽ ഈ അറിവ് നേടുന്ന വിഷയത്തില് പിന്നെ നല്ല പോലെ അവരതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മതപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ കൃത്യമായി അത് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അവർ പിന്നെ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാല് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, അല്ലെ? നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ എന്താക്കിക്കോ, സൂക്ഷിച്ചോ, കാത്തു സൂക്ഷിച്ചോ. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കുടുംബത്തിനെയും കൂടി ഹൈറായ നന്മ പഠിപ്പിക്കുക എന്നുള്ളതാണ്, അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും. അള്ളാഹ് ഒരു രക്ഷാകവചം ഉണ്ടാക്കാനാ പറഞ്ഞ, ഒരു കുടുംബത്തിന്റെയും അല്ലെ ശിക്ഷയുടെയും ഇടയിൽ ഒരു പിന്നെ രക്ഷാകവചം, സംരക്ഷണ കവചം. അതെന്താണ്? ആ നമുക്ക് അല്ലെ എല്ലാത്തിൽ നിന്നും രക്ഷ നൽകുന്നത് എന്താണ്? നമ്മൾ മതപരമായ വിധിവിലക്കുകളെ കുറിച്ചും അല്ലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്താക്കണം? പഠിക്കണം. നമ്മളെ കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീ എൽമ് പഠിക്കുന്നതിലൂടെ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകും അതിന്റെ മാറ്റങ്ങൾ, അതിന്റെ അലയൊലികൾ തീർച്ചയായും അത് കാണാൻ സാധിക്കും. ഒരു ഉമ്മ ഖുർആൻ പഠിച്ചാല്, നമുക്കറിയാലേ പൂർവികന്മാരായ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാര് ആലിമീങ്ങളായ ആൾക്കാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ മിക്ക ആൾക്കാരുടെയും ഉമ്മമാര് ഖുർആൻ പഠിച്ച ഉമ്മമാരേക്കും. ഇമാം ഷാഫി റഹ്മുള്ള അദ്ദേഹത്തിന്റെ മാതാവിലെ അവരെ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന സമയത്ത് മുതൽ ഈ കുഞ്ഞു ഖുർആൻ കേൾക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിക്കാന്ന് പറയുമ്പോ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ മാത്രല്ല കേട്ടോ. ഖുർആനിന്റെ ഹിഫ്ള് വേണം, അത് ചെയ്യണം, അതിന് ഒരുപാട് പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നമുക്ക് ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് എത്തിയിട്ട് നമ്മൾ പഠിക്കണം. അല്ലെ മതപരമായ നമ്മളെ നമ്മളെ ജീവിതത്തിൽ ഓരോ പാലിക്കേണ്ട ചിട്ടകള് കൃത്യമായിട്ട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്താക്കണം? നമുക്ക് അവിടേക്ക് എത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കല് സഹാബ വനിതകള് എന്ത് വിഷയം വന്നാലും അവര് ലജ്ജയില്ലാതെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇത് കേൾക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോ അറിവുള്ളവരോട് എന്താക്കണം? അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അതിലൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല? ലജ്ജ കാണിക്കാൻ പാടില്ല. ലജ്ജ ഉണ്ടാകാൻ പാടില്ല. ഇൽമിന്റെ വിഷയത്തില് നമുക്കൊരു ലജ്ജ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ അറിയോ? പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ ലജ്ജിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ്, അല്ലെ? മുമ്പൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് പേര് മാറി ചിന്തിക്കാൻ തുടങ്ങി, അൽഹംദുലില്ലാ. മുമ്പൊക്കെ എന്ന് പറയുമ്പോ ഇങ്ങനെയുള്ള ഓൺലൈൻ പഠനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് വളരെ അപൂർവം കുറച്ച് സ്ത്രീകൾ മാത്രമേ ഇങ്ങനെയുള്ള മതപഠന രംഗങ്ങളിൽ സജീവമായിട്ട് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അൽഹംദുലില്ലാ. ഈ വിപുലമായ രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വിപുലമായ രീതിയിൽ ആൾക്കാർ പഠിക്കുന്നുണ്ട്. എന്നാലും ചിലരൊക്കെ മടിയാണ്. പാടില്ല, അല്ലെ? ഈ വിഷയത്തിൽ നമുക്ക് ഒരു മടിയോ ഒരു അലസതയോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സത്യത്തില് മതപരമായ അറിവ് നേടാന്നുള്ളത് പുരുഷന്മാരുടെ മേലുള്ള ബാധ്യത അല്ല കേട്ടോ. പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. അത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും എന്താണ്, ഇത് നിർബന്ധമാണ്. കാരണം മതപരമായ അറിവ് എന്തിനാന്നറിയോ? നമ്മളെ ഈ ഇസ്ലാം ദീൻ, അല്ലെ?
ഇസ്ലാം ദീനിനെ എന്താക്കണം, നമുക്ക് ജീവിപ്പിക്കണം. നമ്മളെ ജീവിതം കൊണ്ടും അല്ലെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടും നമ്മൾ ജീവിപ്പിക്കണം, നമ്മൾ പകർന്നു കൊടുക്കണം, അല്ലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, സുന്നത്ത് അല്ലെ, അത് എങ്ങനെയാണ് എന്താണ് എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ഈ ദീനിലേക്ക് ആൾക്കാരെ ക്ഷണിക്കണം. ഇതൊക്കെ നമ്മളുടെ മേലെന്താണ്, ബാധ്യതയാണ് അല്ലെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു, ആരെങ്കിലും ഇസ്ലാമിനെ ജീവസുറ്റതാക്കാനായി അറിവ് നേടിയാൽ അവൻ സിദ്ദീഖീങ്ങളുടെ കൂടെയായിരിക്കും. അവന്റെ സ്ഥാനം പ്രവാചകന്മാരുടെ സ്ഥാനത്തിന് ശേഷവുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാർ കഴിഞ്ഞാല് അടുത്ത സ്ഥാനം, അടുത്ത കാറ്റഗറി ആർക്ക്? അറിവ് നേടുന്ന ആൾക്ക്. സുബ്ഹാനല്ലാഹ്. അതായത് ഇസ്ലാം എന്ന മതത്തിനെ ഹയാത്താക്കാൻ വേണ്ടിയിട്ട് ഇൽമ് പഠിച്ച ആളുടെ ദറജയാന്ന് പറയുന്നത് അല്ലെ. പ്രവാചകന്മാരുടെ കൂടെ അതിന് തൊട്ട് പിന്നിലായിട്ട് ഒരു പദവി, ഒരു സ്ഥാനം കിട്ടാന്ന് പറയുന്നത് അത്ര വലിയതായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇൽമ് എന്നുള്ളത് പ്രവാചകന്മാരുടെ അനന്തരാവകാശമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മതപരമായി അറിവ് നേടുന്ന വിഷയത്തിൽ നമ്മൾ എന്താക്കണം, നല്ല ശ്രദ്ധ, അതിന് താല്പര്യം നമ്മൾ കൊടുക്കണം. നമ്മള് അറിവ് നേടുന്നതിനനുസരിച്ച് തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളെ ഇബാദത്തുകളിലും നമ്മളെ ഇടപാടുകളിലും എല്ലാത്തിലും എന്തുണ്ടാകും, അതിന്റെ അടയാളങ്ങൾ, മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും പഠിച്ച് മാതൃകാ വനിതകളാകാനാണ് പരിശ്രമിക്കേണ്ടത്. ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കണം. ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം അല്ലെ. ഇപ്പം ഒരു കാര്യം, ഒരു വിഷയം വന്ന് അത് ഹറാമാണോ ഹലാലാണോ എന്ന കാര്യത്തിൽ അത് അറിഞ്ഞാലല്ലേ നമുക്ക് അത് അല്ലെ, ഹറാമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും ഹലാലാണെങ്കിൽ അത് നമുക്ക് ചെയ്യാനും സാധിക്കൂ. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അറിവില്ലാതെ പിന്നെ എന്താകും, ഹറാമിയത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അല്ലേ. എന്നാലോ പ്രതിഫലം ഉള്ള ഒരു കാര്യമാണ്, അത് നമുക്ക് അറിയില്ലെങ്കിലോ നമുക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഇൽമ്, അറിവ് അത് ഫരീലത്തുൻ അല്ലെ, തൊലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിം എന്നാ പറഞ്ഞത്. ഇൽമ് നേടാ എന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. അപ്പം നമ്മള് പിന്നെ ഈ ഒരു നിർബന്ധത്തിനെ പലപ്പോഴും അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല അല്ലെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞതാ, ഇത് നമുക്ക് അത്യാവശ്യമാ അല്ലെ. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട്. നമ്മൾ ഓരോരുത്തരും പിന്നെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു വാചകങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ്, ഒരു മുസ്ലിം സ്ത്രീക്ക് അവൾക്ക് സാധിക്കുന്നത്ര ദീനിൽ വിജ്ഞാനം ഉണ്ടാകുക എന്നത് നിർബന്ധമാണ്. ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ അല്ലെ. ഒരാൾക്കും ഒരാളുടെയും കഴിവിൽ പെടാത്തത് അല്ലാഹു തആല എന്താക്കുന്നില്ല, ചെയ്യാൻ പറയുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ സാധിക്കുന്നത്ര അറിവ് നേടുക എന്നുള്ളത് എന്താണ്, നിർബന്ധാണ് പറഞ്ഞത്. എന്നാൽ അവളുടെ ഭർത്താവിനെ അനുസരിക്കലും അദ്ദേഹത്തിന് സേവനം ചെയ്യലും സന്താനങ്ങളെ പരിപാലിക്കലും ഗൗരവമേറിയ കടമയുമാണ്. അതിനാൽ ദിവസവും പഠിക്കാനായി അവൾ അവസരം കണ്ടെത്തേണ്ടതുണ്ട്. അത് കുറച്ചാണെങ്കിൽ പോലും, കുറച്ചു സമയത്തെ ഇരുത്തമാണെങ്കിൽ പോലും. അല്ലെങ്കിൽ ഓരോ ദിവസവും വായനക്കായി അവൾ
സമയം കണ്ടെത്തിക്കൊള്ളട്ടെ. ബാക്കിയുള്ള സമയം ദിനേനയുള്ള അവരുടെ ജോലികൾക്കായി മാറ്റിവെക്കുകയും ചെയ്യട്ടെ. അതായത് ഇവിടെ എന്താ പറഞ്ഞു വരുന്നറിയോ? അറിവ്, ദീനിൽ വിജ്ഞാനം ഉണ്ടാകുക എന്നുള്ളതിനെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാ തിരിച്ച് ഇപ്പം ഇൽമ് പഠിക്കണോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ജോലിയും പിന്നെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും വിഷയങ്ങളും എല്ലാം വേറെ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചിട്ട് പിന്നെ അറിവ് പഠിക്കാൻ പോകാൻ പറ്റോ? അതും പാടില്ല, അങ്ങനെയും പറ്റൂല അല്ലെ? കുടുംബത്തിനെ പാടെ ഉപേക്ഷിച്ചിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇൽമു പഠിക്കാന്നുള്ളതും അതും ശരിയാവൂല. വെറും പിന്നെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കി ഇൽമൊന്നും പഠിക്കാതെ വെറും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെ, വീട് വൃത്തിയാക്കുക, പാചകം ചെയ്യുക, ഇങ്ങനെ മുറ്റടിച്ച് പറ, ഇത് മാത്രമായിട്ട് ചെയ്താൽ അതും പോരാ. രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയണം, അതാ പറഞ്ഞു വരുന്നത്. എല്ലാം നമ്മളെ കടമ തന്നെ അല്ലെ? ഭർത്താക്കന്മാരും പിന്നെ മക്കളും ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളല്ലേ. നമ്മളെ മക്കള്, നമ്മൾക്ക് ഭർത്താവ്, വീട്, സൗകര്യങ്ങള് എല്ലാം എന്താണ്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. നമ്മള് ഇൽമു പഠിക്കുന്നതിൽ നിന്നും നമ്മളെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളാണ് തടയുന്നതെങ്കിലോ? നമ്മള് പറയുന്നില്ലേ, ഓറുള്ളോണ്ട് എനിക്ക് പിന്നെ വരാൻ കഴിയില്ല, എനിക്ക് വീട്ടിൽ കുറെ പണിയുള്ളത് കൊണ്ട്, പിന്നെ എനിക്ക് മക്കളെ കാര്യങ്ങളിൽ നോക്കാനുള്ളത് കൊണ്ട് എനിക്ക് ഖുർആൻ പഠിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മളുടെ മതപരമായ അറിവ് നേടുന്നതിൽ നിന്നും ഈ പറഞ്ഞ കാരണങ്ങള് നമ്മൾ മുൻനിർത്തി പറയാൻ പാടുണ്ടോ സത്യത്തില്? അങ്ങനെ എങ്ങാനും ഈ അനുഗ്രഹങ്ങൾ എങ്ങാനും നീങ്ങി പോയിട്ടുണ്ടെങ്കിലോ അത് വലിയ പരീക്ഷണമായി പോകൂലേ? ഇപ്പൊ രണ്ട് കാര്യത്തിനും നമ്മൾ എന്താക്കണം? സമയം കണ്ടെത്തണം. അതില് ഇവിടെ പറഞ്ഞാല് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും കണ്ടെത്തണം എന്ന് പറയും. കുറച്ച്, അത് എത്ര കുറച്ചാണെങ്കിലും വീട്ടിലെ ജോലികളും ഇതെല്ലാം വേണ്ടത്ര സമയം എടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് സമയം ഉണ്ടാവില്ലേ, ഒരു കുറച്ച് സമയം, ഒരു ദിവസം ഇത്തിരി സമയമെങ്കിലും നമ്മൾ എന്താക്കാം? അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താ എന്നുള്ളതാണ്. കാരണം നമുക്ക് നന്മയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് അറിവ് തന്നെ വേണം അല്ലെ? മതപരമായ അറിവ് നമ്മൾ നേടിയാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയൂ? മുന്നോട്ടേക്ക് പോകാൻ കഴിയൂ അല്ലെ? ഖൂ അൻഫുസക്കും അഹ്ലീക്കും നാറ അല്ലെ? നരകത്തീയെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്ത് സംരക്ഷിച്ചു കൊള്ളുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരകശിക്ഷയിൽ നമ്മൾ അകപ്പെടാൻ കാരണമാകാതെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഓരോരുത്തരും മതം പഠിക്കണം, ദീൻ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എന്താകണം? ഇൽമുള്ളവരാകണം. സ്ത്രീ മാത്രം പഠിച്ചാൽ പോരാ അല്ലെ? സ്ത്രീയും പുരുഷനും എല്ലാരും പഠിക്കണം, എല്ലാവർക്കും കിട്ടണം, എല്ലാരും അറിയണം. കാരണം നമ്മളോട് അല്ലാഹു തആല കുടുംബത്തിന്റെ കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബത്തിലെ എല്ലാവർക്കും ദീൻ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ഒന്നിച്ച് ഈ പറഞ്ഞ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗപ്രവേശനം സാധ്യമാകാനും സാധിക്കുള്ളൂ അല്ലെ? നമ്മള് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക. ഏത് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ഒരു ഇത്തിരി പ്രാധാന്യത്തോടു കൂടി തന്നെ എന്ത് കൊടുക്കണം? മതവിദ്യാഭ്യാസത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്ത് കോഴ്സിന് വേണമെങ്കിലും നിങ്ങൾ മക്കളെ ചേർത്തിക്കോ. ഭൗതികപരമായ നല്ല ജോലി സാധ്യതയുള്ള ഏത് പിന്നെ കോഴ്സുകൾക്ക് വേണമെങ്കിൽ ചേർത്തി പഠിപ്പിച്ചോ. പക്ഷേ ദീനിന്റെ ഒരു അറിവും കൊടുക്കാതെ വെറും ദുനിയാവ് മാത്രം കൊടുത്തു കഴിഞ്ഞാല് നാളെ അവരെന്താകും? അവര് നമുക്കെതിരായിട്ട് സാക്ഷി പറയുന്ന ഒരു അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ അല്ലെ? ദുനിയാവിന്റെ വിജ്ഞാനം നമ്മള് മക്കൾക്ക് കൊടുക്കണം, ആവശ്യമാണ്. പക്ഷെ അത് മാത്രമായി പോകാൻ പാടില്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രമായി ചുരുങ്ങി പോകരുത്. കുറച്ച് സമയം നമ്മൾ എന്ത് കൊടുക്കണം? മതപരമായ കാര്യങ്ങൾക്ക് അവർക്ക് പഠിക്കാനും മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് അതിനുള്ള അവസരങ്ങൾ ഒരുപാട് നമ്മളെ മുമ്പിലുണ്ട്. ഈ നൂറുൽ ഖുർആൻ പോലെയുള്ള അക്കാഡമികൾ മാഷാ അല്ലാഹ് എത്ര പിന്നെ വിപുലമായ രീതിയിലാണ് ഇവര് ഓരോ കാര്യങ്ങളും സംവിധാനിച്ചു കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു പറ്റം സ്ത്രീകളാണ് ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്നതെന്ന് ഓർക്കണം അല്ലെ? ടെക്നിക്കലായിട്ടും
എല്ലാ കാര്യത്തിനും മാഷാ അല്ലാ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാന്നറിയോ നിങ്ങളുടെ മുമ്പിൽ ഓരോ സംഭവങ്ങളും സംവിധാനിച്ചു കൊണ്ടുവരുന്നത്. ആ പരിശ്രമങ്ങളെങ്കിലും നമ്മൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കരുത്. നമുക്ക് നമ്മളുടെ അറിവിലുള്ളവരെ കൂടി നമ്മൾ എന്താക്കണം, ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കൊണ്ടുവന്ന് ചേർക്കണം. അത് നമ്മളെ മേലെ ബാധ്യതയാണ് ല്ലേ. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പം ക്ലാസ് എടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ചിലപ്പോൾ പറ്റാത്തവരായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് കഴിയും? അറിയാതെ പഠിക്കാതെ നടക്കുന്ന ഒരാളെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്തി കൊടുക്കാൻ കഴിയും ല്ലേ. ശരിക്കും പറഞ്ഞാല് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ നമ്മളെ ഒരു സ്വതക്കത്തും ജാരിയാണ് ചെയ്യുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മം. സുബ്ഹാനല്ലാഹ് അല്ലെ. അത് ഇൽമാണ്. മതപരമായ അറിവ് നമ്മൾ നേടുക, ഒരാൾക്ക് നേടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഷെയർ മതി ല്ലേ. ഇവിടെ വരുന്ന പോസ്റ്റുകൾ നമ്മൾ എടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിക്കാറുണ്ടാ വെറുതെ ഒരു ഫോർവേഡിങ് മെസ്സേജ് പോലെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യാറാണോ, അതല്ല അതിലൂടെ ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യാറുള്ളത്? അധികം മിക്ക പോസ്റ്റിന്റെ ഇടയിൽ ഉണ്ടാവില്ല ഒരു നന്മ അറിയിച്ചു കൊടുത്തവന് അത് ചെയ്ത ആളെ അതേ പ്രതിഫലം തന്നെ ഉണ്ടാകും എന്നൊക്കെ. ഇതെല്ലാം നമ്മൾ എത്രയോ തവണ വായിച്ച് അറിഞ്ഞതാ. പക്ഷെ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഷെയർ ചെയ്യുമ്പോ തീർച്ചയായും നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാ. ആഗ്രഹിക്കണം സഹോദരിമാരെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. എന്തേ? എന്റെ ഈ ഷെയർ കൊണ്ട് ഒരാൾക്കെങ്കിലും റഹ്മാനായ റബ്ബേ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരാൻ നീ അവസരം നൽകണേ അല്ലാ. ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും പല ഗ്രൂപ്പിലും പല ലിങ്കും ഒരുപാട് വരുന്നുണ്ടാവും. പക്ഷെ എല്ലാം എല്ലാരും കണ്ടെന്ന് വരൂല. നമ്മളെ മനസ്സിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് റബ്ബ് കാണാതിരിക്കൂല ല്ലേ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ലിങ്ക് കണ്ടിട്ട് ഒരാൾ കയറി ഒരു ക്ലാസ് കേട്ട് അവന് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് അവൻ നന്മയുടെ വഴിയിലായി, അവൻ തിന്മകളൊക്കെ ഉപേക്ഷിച്ച് ഹിദായത്തിന്റെ വഴിയിലായാല് സുബ്ഹാനല്ലാഹ് അത് നമുക്കും കൂടിയുള്ളൊരു മുതൽക്കൂട്ടാണല്ലേ നാളത്തെ നമ്മളുടെ സ്വർഗം. സുബ്ഹാനല്ലാഹ് ഇതൊക്കെ ഇൽമിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ല്ലേ. നമ്മളുടെ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? നരകത്തിൽ എത്താതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ല്ലേ. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിൽ ജന്നത ഫഖദ് ഫാസ്. അങ്ങനെ പറഞ്ഞത് അല്ലാഹു തആല ല്ലേ. ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു വിജയാന്നത് ല്ലേ. നരകമോചനം സുബ്ഹാനല്ലാഹ്. നരകത്തിലെ ശിക്ഷയെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കണം. അള്ളാഹുവേ ആ കട്ടിയാളുന്ന നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നരകം സ്പർശിക്കാതെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. നമ്മൾ ആത്മാർത്ഥമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ ഒരു നരകമോചനം നമുക്ക് ലഭിക്കണമെങ്കിലും എന്ത് വേണം? അറിവ് വേണം ല്ലേ. അറിവ് വേണം. അറിവും സ്വർഗവുമായിട്ട് എന്തുണ്ട്? ഭയങ്കര കണക്ഷൻ ഉണ്ട് ല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഞാനിപ്പോ പറയാൻ പോകുന്ന ഹദീസ് ചിലപ്പോ. കാരണം അത്രയും തവണ ല്ലേ ഈ ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഒരുപാട് തവണ നിങ്ങൾ കേട്ട ഹദീസ് ആയിരിക്കും അത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സുബ്ഹാനല്ലാഹ് ല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലുള്ള ഒരു കാര്യമാണെന്ത്? അറിവ് അന്വേഷിച്ച് പുറപ്പെടുക എന്നുള്ളത്. അന്വേഷിച്ചിട്ട് നമുക്ക് എവിടെയും പോകണ്ട. നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ തന്നെ എന്താണ്? അറിവ് നമ്മളെ തേടി എത്തുന്നുണ്ട് ല്ലേ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നെന്ന് അറിയോ?
ഇങ്ങനെ ഒരു ഇൽമിന്റെ സദസ്സില് നമ്മൾ സെലക്റ്റഡ് ആയിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അല്ലേ? ഇൽമിന്റെ സദസ്സുകളുടെ പ്രാധാന്യം എത്ര നമ്മൾ കേട്ടതാ. ഇങ്ങനൊരു സദസ്സിൽ ഇരിക്കുമ്പോ നമ്മളുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം വലിയ പ്രതിഫലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇൽമ് അന്വേഷിക്കുന്ന വിഷയത്തില് എവിടെ നമ്മൾ ക്ലാസ് ലിങ്ക് ഒക്കെ കണ്ടാൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെ, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു റിമൈൻഡർ ഫോണിൽ സെറ്റ് ചെയ്ത് ഇത്ര മണിക്ക് ക്ലാസ് ഉണ്ട്, ആ സമയത്ത് കയറണം, ആ സമയമാകുമ്പോഴേക്കും നമ്മളെ വീട്ടു ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താക്കുക മാറ്റിവെച്ച് എല്ലാം പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് അല്ലെ, നമ്മളൊരു പാർട്ടിയോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോവില്ലേ? ദുനിയാവിന്റെ ആവശ്യങ്ങൾ വരുമ്പോ കല്യാണം അല്ലെ, കല്യാണത്തോടനുബന്ധിച്ച് അതിന് മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാത്തിനും നമ്മൾ പോയി പങ്കെടുക്കുന്നില്ലേ? എത്ര സമയം നമ്മൾ അവിടെ ചെലവഴിക്കുന്നുണ്ട്, ആലോചിച്ച് നോക്കാറുണ്ടോ? എത്ര മണിക്കൂറുകളാണ് നമ്മൾ അവിടെ ചെലവഴിക്കുന്നത്? എന്നാൽ ഈ ഇൽമ്, അറിവ് നേടാൻ അത്രയൊന്നും മണിക്കൂറുകളൊന്നും നമ്മൾ ചെലവാക്കണ്ട അല്ലെ? വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് സൗകര്യപ്രദമായ സമയങ്ങളിലാണ് ഓരോ ക്ലാസ്സുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ എന്താക്കുക, സ്വീകരിക്കാൻ തയ്യാറാകാം. നമ്മൾ നേടുന്ന ഏതെങ്കിലും ഒരു അറിവായിരിക്കും നമുക്ക് സ്വർഗപ്രവേശനത്തിന് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇൽമ് അന്വേഷിച്ചിട്ട് ഇൽമിന്റെ വഴിയിലേക്ക് എന്താകാ, ഇറങ്ങി പുറപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിവിന്റെ വിഷയത്തില് ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മളെ റബ്ബിനെ കുറിച്ചാണെന്ന് അല്ലെ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ആദ്യം അറിയണം. അത് ആദ്യം അറിയണം അല്ലെ? ഏറ്റവും ആദ്യം അതാണ്. ഫഅലം, നീ അറിയണം, അറിവ് നേടണം അല്ലെ? സുബ്ഹാനല്ലാഹ്, അറിവ് നേടൽ. അത് നമുക്ക് ഏറ്റവും, നമ്മള് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം നമ്മള് അള്ളാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താക്കുന്നില്ല, അത് പ്രാവർത്തികമാക്കുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, ഒരു ഇൽമ് ഉണ്ടാവുകയും അത് ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. അറിവ്, കേവലം അറിവ് മാത്രമായിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, നാളെ നമുക്ക് അറിവല്ല ഉപകാരപ്പെടാ, ആ അറിവ് വെച്ച് ചെയ്ത അമലുകളാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെ ഇപ്പൊ നമ്മളെ നിത്യജീവിതത്തിലെ നമുക്ക് ചെയ്യാൻ നിർദ്ദേശിച്ച ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലേ. കുറേ ഒന്നും പറയുന്നില്ല, ഒരേ ഒരു കാര്യം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാന്ന്, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, അതായത് ആ ഹദീസ് പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ ഒരു കാര്യം അത് ചെയ്താല് അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു, സ്വർഗം കിട്ടുന്ന ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങള്, പക്ഷെ അധിക ആളുകളും അത് വളരെ എളുപ്പമാണ് ചെയ്യാന്, വളരെ എളുപ്പമാണ്, പക്ഷെ അധിക ആളുകളും അതില് അശ്രദ്ധരാണ്. അപ്പൊ അതെന്താന്ന് അറിയാൻ അവർക്കൊരു ആകാംക്ഷ അല്ലെ? എന്തായിരിക്കും അവിടെ പറഞ്ഞ ആ കാര്യം? എന്താണെന്നറിയോ? എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 33 സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് 33 പ്രാവശ്യം പറയാന്. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ, ഇത് പറയാന്. ഇതൊരാള് ചെയ്താല് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്.
ഈ ഒരു വിക്റിന്റെ ശ്രേഷ്ഠത നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐഷ റളിയല്ലാഹു ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു ഒരുമിച്ചുള്ള സമയത്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാനത് പിന്നെ ഒരിക്കലും ഒഴിവാക്കിയിട്ടേ ഇല്ല. അവർ അതാണ് സഹാബാക്കളുടെ പ്രത്യേകത. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ അവർ ചെയ്തോളും. നമ്മളോ, നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും ഇങ്ങനെ ഞാനിത് കേട്ട മുതൽ ഇന്ന് വരെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ടേയില്ല? എന്ത് ധൈര്യത്തിൽ നമുക്ക് പറയാൻ കഴിയാം? കാരണം നമ്മൾ അങ്ങനെ അല്ലാലോ അല്ലെ. നമ്മൾ എന്താക്കുന്നത്, നമ്മളിങ്ങനെ കുറെ ക്ലാസ് എല്ലാം കേൾക്കുന്നു, ചെയ്യണോന്ന് വിചാരിക്കുന്നു, പക്ഷെ ചെയ്യുന്നില്ല. അങ്ങനെയല്ലേ കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം കൂടി പറയുന്നുണ്ട് അവിടെ. എന്താന്നറിയോ, സിമ്പിളാണ്, പക്ഷെ അധികം ആൾക്കാരും അതിൽ നിന്ന് അശ്രദ്ധരാണ്. അത് ആൾക്കും ചെയ്യാൻ പറ്റുന്നില്ല അധികം ആൾക്കും. കാരണം പിശാജ് അവിടെ വഴിപേപ്പിക്കാനായിട്ടുണ്ടാവും. നമ്മള് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നിട്ട് നമുക്ക് അവിടുന്ന് ചൊല്ലാണ്ട് ഓതാണ്ട് ദുആ ചെയ്യാണ്ട് എണീച്ച് പോകാനുള്ള ഒരിത് നമ്മൾ ഇതിൽ ഇട്ടേന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ യുദ്ധം പ്രഖ്യാപിക്കണം പിശാചിനോട്, ഇബ്ലീസിനോട്. ഇല്ല, ഞാൻ ചെല്ലിയിട്ടേ എണീക്കും. നമ്മളോട് പറയും, നീ എണീച്ചോ, ചൊല്ലിക്കൊണ്ട് നടന്നുകൊണ്ട് ചൊല്ലാലോ അല്ലെ, ജോലി ചെയ്തോണ്ട് ചൊല്ലാലോ. എവിടെ, നമ്മളെ മൈൻഡ് എവിടെങ്കിലൊക്കെ അങ്ങനെ പാറി പറന്ന് എവിടൊക്കെ എത്തും. അങ്ങനെ പിന്നെ നമ്മളത് മറക്കും. ശരിക്കും പറഞ്ഞാല് ദിക്റുകൾക്ക് പരിധിയില്ല അല്ലെ. എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എത്രയും നമുക്ക് അധികരിപ്പിക്കാം, എപ്പ വേണമെങ്കിലും ചെയ്യാം അല്ലെ, ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ബാത്റൂമിലല്ലാത്ത എല്ലാ സ്ഥലത്തും നമുക്ക് അനുവദിച്ചതെന്നല്ലേ ദിക്ർ. പക്ഷേ ഈ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഈ ദിക്റുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എണ്ണം പിടിച്ചു പറഞ്ഞിട്ടുണ്ട് ല്ലേ. വ്യത്യസ്ത റിവായത്തുകളിൽ വ്യത്യസ്ത എണ്ണങ്ങൾ വന്നിട്ടുണ്ട് ട്ടാ. എന്നാലും ഈ പറഞ്ഞ എണ്ണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഈ ദിക്റുകള് ആ സമയത്ത് നമ്മൾ എന്താക്കണം, ആ സമയത്ത് അത് എണ്ണം പിടിച്ച് തന്നെ ചെയ്യണം. 33 എന്ന് പറഞ്ഞാൽ 33. ശരിക്കും പറഞ്ഞാലില്ലേ, ഇതിന്റെ എല്ലാം യഥാർത്ഥമായ ഒരു ചിന്ത എന്താണെന്ന് അറിയോ, നമ്മൾ എത്രത്തോളം അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു നോട്ടമാണ്. ഇപ്പൊ ഹജ്ജിന്റെ സീസൺ അല്ലേ, ഹജ്ജിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവൂലേ. ഹജ്ജിന് പോകുന്ന ആൾക്കാർ മാത്രല്ല ട്ടാ, ഹജ്ജിന് പോകാത്തവരും എല്ലാരും കേൾക്കണം. ഹജ്ജിന്റെ ക്ലാസ്സുകളൊക്കെ വരുമ്പോ നമ്മളത് കേൾക്കണം. കാരണം എന്താ അറിയോ, നമ്മളെ ജീവിതത്തിൽ അത് നിർബന്ധമായ ഒരു വിവാദത്താണ്. അതിന് സാധിക്കുമെങ്കിൽ അല്ലെ, തടിയാലും മുതലാലും വഴിയാലും നമുക്ക് അങ്ങോട്ട് പോകാൻ ചെല്ലാൻ നമുക്ക് സാധിച്ചാല് തീർച്ചയായും നമ്മൾ അത് ചെയ്യേണ്ട ഒരു ഇബാദത്ത് തന്നെയാണ്. ഇത് എനിക്കൊന്നും എന്തായാലും പറ്റൂല, ഇതെല്ലാം ഞാൻ എന്തിനാ വെക്കുന്ന വിചാരിച്ചിട്ട് നമ്മൾ അതൊന്നും കേൾക്കാതിരിക്കാൻ പാടില്ല. അതാ പറഞ്ഞത്, ഇൽമ് 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 എന്ന് പറയുന്നത് ഏത് വിഷയത്തെ കുറിച്ചാണെങ്കിലും നമ്മൾ അത് കേൾക്കണം സഹോദരിമാരെ. നമുക്ക് അത് അറിയാൻ, സത്യം പറയാലോ, ഈ പറയുന്ന എനിക്ക് ഇങ്ങനെ ഹജ്ജ് ക്ലാസ്സിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടേനു ആദ്യം. ഹജ്ജിനൊന്നും പോകാനൊന്നും ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഇങ്ങനെ ക്ലാസ്സിന് പോകാൻ, ക്ലാസ് കേൾക്കാൻ എന്തോ ഒരു വല്ലാത്തൊരു കൊതിയാണ്, ഭയങ്കര ആഗ്രഹം. മനസ്സിൽ ആഗ്രഹം വെച്ച് ദുആ ചെയ്തോക്ക്, അള്ളാഹ് അത് സാധിപ്പിച്ചു തരും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം അത് നമ്മളെ തേടിയെത്തും ഉറപ്പായിട്ടും. ഞാൻ എന്റെ ജീവിത അനുഭവം കൊണ്ട് പറയുന്നത്. നമ്മളെ മുമ്പിൽ ഒരു വഴിയും ഇല്ലാന്ന് വിചാരിച്ചോ, വഴിയൊക്കെ തുറന്നു തരും ആര്, അള്ളാഹുല്ലേ. അള്ളാന്റെ ഖജനാവ് എത്ര നമ്മൾ എടുത്താലും അതിൽ തീരൂല. നമ്മള് ചോദിക്കണം, ചോദിക്കാത്ത കുറവാ. നമ്മള് ചോദിച്ചില്ലേ. ഇപ്പൊ നമ്മൾ ഉപ്പാന്റെ അടുത്ത് എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാല് നമ്മൾ എന്താക്കും, ചോദിച്ചെടങ്ങാറാക്കൂലേ, ആക്കൂലേ. ഉപ്പാന്റെ അടുത്ത് വല്ലാണ്ട് ചൊറയാൻ പോവില്ല. കാരണം എന്താ, ചിലപ്പോ ആ രണ്ട് കൊള്ളു അല്ലെങ്കിൽ നല്ല വഴക്ക് കേൾക്കേണ്ടി വരും. എന്നാ ഉമ്മ അങ്ങനെയല്ല, ഉമ്മ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. മിക്ക ഉമ്മമാരും അങ്ങനെ ആയിരിക്കും അല്ലെ. ചിലതുണ്ടാവും ചിലപ്പോ ഹാർഡായിട്ട്, പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഉമ്മമാരുടെ അടുത്ത് എന്താക്കും, ഇങ്ങനെ പറഞ്ഞു അന്നേരം ഉമ്മ എന്താക്കും, കൈ കെട്ടിട്ട് ഒന്ന് വാങ്ങിക്കൊടുത്തേപ്പാ അല്ലെ, ഒന്ന് വാങ്ങിച്ചു കൊടുത്തേക്ക് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്തേ എന്നാക്കി കൊടുത്തേ എന്നുള്ള രീതിയിലേക്ക് അവിടെ
നമ്മളുടെ ആ ഒരു എടങ്ങാറാക്കല്. അള്ളഹാനോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങണം ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങള്. ചിലതൊക്കെ നമ്മള് അള്ളാഹു അതെനിക്ക് ഹൈറാണെങ്കിൽ തരണേ, പിന്നെ ഷെറാണെങ്കിൽ ദൂരപ്പെടുത്തണേ, ആ രീതിയിൽ പ്രാർത്ഥിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാന്ന് വിചാരിക്കും. എന്തായാലും എനിക്ക് മക്കളെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ പാടില്ല. അത് ഹൈറാണെങ്കിൽ അള്ളാഹുവെ എനിക്ക് സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആൺകുട്ടിനെ തന്നെ വേണം പഠിച്ചവനെ എന്ന് വാശി പിടിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. എനിക്ക് പെൺകുട്ടിനെ തന്നെ വേണം എന്ന് അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇപ്പൊ ഹജ്ജ്, ഉംറ പോലെയുള്ള ഇബാദത്തുകള്, മക്കയിലേക്ക് എത്തണം, മക്ക കാണണം, കഅബ കാണണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലില്ലേ, ഇതെല്ലാം നമുക്ക് വാശി പിടിച്ച് ചോദിക്കാം അള്ളാഹിനോട്. അനക്ക് എന്തായാലും പോണം റബ്ബെ, എന്തായാലും വേണം അള്ളാഹുവേ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹജ്ജിന്റെ പിന്നെ കർമ്മങ്ങൾ ഉണ്ടല്ലോ, ഓരോന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹജ്ജ് 8 മുതൽ തുടങ്ങുമ്പോ മിനായിലേക്ക് പോയി, അല്ലെ? ഹജ്ജ് എന്ന് പറയുമ്പോ മിന, അറഫ, മുസ്ദലിഫ, ജംറകള്, അല്ലെ? ഇതൊക്കെയാണ് എന്ത്? ഹജ്ജ്. സത്യത്തിൽ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താ? എന്താ അതിലൊക്കെ ഓരോ ഓരോ പിന്നെ പശ്ചാത്തലങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതെല്ലാം ഓക്കെ. പക്ഷെ നമ്മൾ അവിടെ അത് ചെയ്യുമ്പോ ശരിക്കും ഞാൻ മനസ്സിലാക്കുക അത് അള്ളാഹുവിലുള്ള അനുസരണം. അള്ളാഹ് പറഞ്ഞോണ്ട് നമ്മൾ ചെയ്യുന്ന. എന്തിനാ ഈ മിനായിൽ ഉറങ്ങുന്നേ? ഇല്ലെ? എന്തിനാ ഈ അറഫയിൽ പോയി നിൽക്കുന്നേ? എന്തിനാ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നേ? സുബ്ഹാനല്ലാഹ്. ഓരോന്ന് ഓരോന്ന് ചിന്തിച്ചു നോക്ക്. ജംറകളിൽ എറിയാൻ പോകുന്നില്ലേ? ആദ്യത്തെ ദിവസം ഒരു ജംറയിൽ മാത്രമേ എറിയൂ, പിറ്റത്തെ ദിവസം 2ലും 3ലും, അല്ലെ? എല്ലാ 3 അങ്ങനെ അത് 7 കല്ലുകൾ മാത്രമേ പാടുള്ളൂ, ഇല്ലേ? ഒരു തവണത്തെ ഇതിൽ 7 പാടുള്ളൂ. അവിടൊക്കെ എണ്ണം നിശ്ചയിച്ച് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്താ അറിയോ? നമ്മളെ അനുസരണം ശീലിപ്പിക്കാൻ, പഠിപ്പിക്കാൻ നമ്മളെ റബ്ബിലേക്കുള്ള നമ്മളെ അനുസരണം എത്രത്തോളം ഉണ്ട് എന്ന് അല്ലാഹു തആല പരിശോധിക്കാൻ. അപ്പൊ നമ്മള് ഇവിടെ എല്ലാം ഇപ്പൊ പറഞ്ഞു വന്ന എന്താച്ചാല്, പിന്നെ എല്ലാം നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതില് കറക്റ്റ് നമ്മളെ അറിവ് നമുക്ക് വേണം. അറിവ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇബാദത്തുകൾ എന്താകും? വളരെ നല്ല റാഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളെ നിസ്കാരാവട്ടെ, മറ്റേതൊരു കർമ്മമാകട്ടെ, അല്ലെ? അവിടെ എല്ലാം നമ്മളെ ഏറ്റവും നല്ലതാക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തആല മനുഷ്യനെ ഈ ഭൂമിയിൽ, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? ഇല്ലാ ലിയഅ്ബുദൂനാണ്, അല്ലെ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്രം. അപ്പൊ നമ്മള് അറിവ്, ഈ പിന്നെ കാര്യം നമ്മൾ അറിയുമ്പോഴല്ലേ നമുക്ക് അത് കറക്റ്റ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ കണ്ണുകൾ ഉണ്ടായിട്ട് കാണാത്ത, ഹൃദയങ്ങൾ ഉണ്ടായിട്ട് ചിന്തിക്കാത്ത, കാതുകൾ ഉണ്ടായിട്ട് കേൾക്കാത്ത, കന്നുകാലികളെ അല്ലല്ല കന്നുകാലികളെക്കാൾ അധമന്മാരായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളേ? അല്ലെ? നമ്മളെ കണ്ണുകൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം? നല്ലതിന് വേണ്ടിയിട്ട്. നല്ലത് കാണാനും കേൾക്കാനും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും. അല്ലാന്നുണ്ടെങ്കിൽ എന്താകും? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അല്ലെ? ഒരുപാട് ആൾക്കാരെ അള്ളാഹു നരകത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അവരെങ്ങനെയുള്ളവരാണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല. വലഹും ആദാനും ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. എന്ന് പറഞ്ഞാല് അവരന്ധരും ബധിരരും മൂകരും ഒക്കെ ആണെന്നാ? അല്ല, അങ്ങനെയല്ല. അല്ലെ? കാണേണ്ടത് കാണാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, ഇല്ല കന്നുകാലികളെ പോലെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു. അതിനേക്കാളും വഴിപിഴച്ചവര്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അവർ അശ്രദ്ധരാന്ന് പറഞ്ഞ്. അറിവുള്ളവരല്ല അത്, അറിവില്ലാത്തവരാണ്. ശ്രദ്ധയില്ലാത്തവരാണ്. അങ്ങനെയല്ല നമ്മൾ ആവേണ്ടത്. നമ്മൾ എന്താകണം? അറിവുള്ളവരാകണം, അല്ലെ? അറിവുള്ളവരാകണം. അപ്പൊ അറിവ് നമുക്കില്ലെങ്കിൽ നമ്മൾ എന്താക്കണം? അറിവുള്ളവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാകണം.
ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ എന്താക്കാന്? ചോദിച്ച് മനസ്സിലാക്കാൻ. അതാണ് അല്ലാഹു തആല പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അറിവ് ലഭിച്ചവരോട് നിങ്ങൾ ചോദിക്കുക. ഇന്ന് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ എന്താകണം? നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവ് അവിവേകത്തെ, അതായത് അറിവില്ലായ്മ, അവിവേകത്തെ രോഗമായും അതിനുള്ള മരുന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചറിയലുമാക്കിയിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ഗ്രന്ഥം തന്നെയാണ് കേട്ടോ. അതിന്റെ ഒരു മലയാള പരിഭാഷ വായിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ക്ലാസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. സത്യത്തിൽ അത് എത്ര കേട്ടാലും വായിച്ചാലും മതിയാകൂല. കാരണം അത് നമ്മളെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അദ്ദാഉ വദ്ദവാ, രോഗവും മരുന്നും. മിക്ക രോഗങ്ങളും നമ്മുടെ പാപങ്ങളാണ് കാരണം പറയുന്നുണ്ട്. അറിവില്ലായ്മയും ഒരു പരിധിവരെ അങ്ങനെ ആകും, അറിവില്ലായ്മ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കണം അല്ലെ? ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പം അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകൂല അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വിവരമില്ലാത്ത ആബിദിനേക്കാളും വിവരമുള്ള ആബിദിനുള്ള ശ്രേഷ്ഠത നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്ന്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അറിവുള്ളവർക്ക് അള്ളാഹു പ്രത്യേകമായിട്ട് ദറജ ഉയർത്തുന്നുണ്ട് അല്ലെ? യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. പല പടികൾ ഉയർത്തുന്നു പറയുന്നത്. വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും പല പല പടികളിലായിട്ട് അള്ളാഹു തആല ഉയർത്തും. അള്ളാഹു നമ്മളെ പ്രവർത്തനത്തെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇവിടെ അറിവിന്റെ ഫളായിലാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ആയത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു വിഷയത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് അല്ലെ, തഖ്വയോട് കൂടി ജീവിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർക്കാണ് അള്ളാഹുവിനെ ഭയമുണ്ടാകുക, തഖ്വ ഉണ്ടാകുക? ആർക്കാ ഉണ്ടാകുക? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പ്രതാപവാനുമാണ്. അപ്പോ ആദ്യം അള്ളാഹുവിനെ ഭയപ്പെടണം അല്ലെ? തഖ്വയുള്ളവരാകണം. ആർക്കാ തഖ്വ ഉണ്ടാകുക? നല്ല ഈമാൻ ഉള്ളവർക്ക് അല്ലെ? ആർക്കാ ഈമാൻ ഉണ്ടാകുക? ഇൽമുണ്ടാകണം. ഇൽമും അമലും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമ്മളെ ഹൃദയത്തിൽ ഈമാനും തഖ്വയും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖ്വീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ അറിവുള്ളവരായിരിക്കണം. പരലോകത്തെക്കുറിച്ച്, പരലോക ജീവിതത്തെക്കുറിച്ച് അല്ലെ? അതിനെക്കുറിച്ച് നമുക്ക് ദൃഢവിശ്വാസം നമുക്ക് വരണമെങ്കിൽ തന്നെ എന്തുണ്ടാവണം? അതിനെക്കുറിച്ച് കൃത്യമായ ബോധം, അറിവ് ഹൃദയത്തിൽ ഉറക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും
ഇമാം ഷാഫി റഹ്മുള്ള പറയുന്നത്, അറിവ് അന്വേഷിക്കുന്നത് സുന്നത്ത് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠാണ്. മതപരമായ അറിവ് നേടുന്നത് അതിനത്രയും പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഈ ഒരു കാര്യം നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം അങ്ങോട്ടെത്തി. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാന്. അവസാനമായിട്ട് ഒരു ഹദീസ് പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഒരിക്കൽ നബിസല്ലാസിന്റെ കാലത്ത് 2 സഹോദരന്മാര്, അവരിൽ ഒരാള് നബിസല്ലാസിന്റെ വന്നിട്ട് ഇൽമു പഠിക്കുകയും മറ്റേ ആള് ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലി ചെയ്യുന്ന സഹോദരൻ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമു പഠിക്കുന്ന ആളെ കുറിച്ചിട്ട്, ജോലി ചെയ്യുന്ന ആള്, ആ ജോലിക്ക് പോകുന്ന ആള് ഇൽമു പഠിക്കുന്ന ആളെ കൊണ്ട് എന്താക്കി, ആവലാതി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോ ആ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? അവന്റെ പേരിൽ നീ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. അതായത് ഓൻ പഠിക്കുന്ന ആ നന്മ കൊണ്ടായിരിക്കും നിന്റെ ജോലിയിൽ എന്താകുന്നുണ്ടാകാന്, അള്ളാഹു ഖൈറും ബർക്കത്തും തരുന്നുണ്ടാകാന്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാം ഈ ഹദീസുകളിൽ നിന്നും നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഇൽമു പഠിക്കുന്നതിന്റെ പ്രാധാന്യം, ശ്രേഷ്ഠതയും മഹത്വം ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അറിഞ്ഞ അറിവുകളെ നമ്മള് എന്താ പറയാ, വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കാതെ ഓരോന്നും ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപാട് നല്ല അറിവുകൾ നേടാനും ജീവിതത്തിൽ പകർത്താനും അതിലൂടെ അള്ളാഹുവിന്റെ ഉന്നതമായ സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ നേടിയെടുക്കാനുള്ള പരമാവധി ഇൽമുകൾ ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നേടിയെടുക്കാൻ പരിശ്രമിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നും കൂടി വീണ്ടും സൂചിപ്പിക്കുകയാണ്. ഇത്തരം സംരംഭങ്ങളിലേക്ക് നമ്മളൊരു ലിങ്ക്, ഒരു ക്ലാസ് ഒക്കെ കണ്ടാല് നമ്മളൊരാൾ കയറും, അതുപോരാ. എന്ത് ചെയ്യണം? നമ്മള് ദായികളാകണം, നമ്മള് ദാവത്തിന്റെ ആളുകളാകണം, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആളുകളാകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെങ്കിലും ഒരാള് നമ്മളെ കൂടെ സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് റോട്ടിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയ ആൾക്കാർ നല്ല പരിചയമാകുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ വാങ്ങും അല്ലെ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയുള്ള കൂട്ടായ്മ ഉണ്ട് കേട്ടോ, ഒരു പറ്റം സ്ത്രീകളാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, വ്യത്യസ്ത സമയങ്ങളില് വ്യത്യസ്ത വിഷയങ്ങളിൽ ഇങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കൃത്യമായി ഫീസൊന്നും ഇല്ലാതെയുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ട്. അല്ലാതെ കുറച്ച് ഫീസൊക്കെ നിശ്ചയിച്ച്, ഒരു സമയം നിശ്ചയിച്ച്, ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോയി പഠിക്കുന്ന പോലെ തന്നെ ഒരു പ്രതീതിയോടെ പഠിക്കാൻ തയ്യാറുള്ളവർക്ക് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. നീ ഏതെങ്കിലും ഒന്നിൽ ചേർന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എന്താക്കണം? ഫോഴ്സ് ചെയ്യണം. ഇത്തരം ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കണം. നമ്മളെ ദാവത്തിന്റെ അറിവിന്റെ മേഖലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നാളെ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന, മലക്കുകളുടെ പ്രാർത്ഥന, ഈ ലോകത്തുള്ള സകല വസ്തുക്കളും ഇൽമ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ടല്ലേ, പാപമോചനം തേടുന്നു പറയുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. ഉറുമ്പുകള്, കടലിലെ മത്സ്യങ്ങള്, കോടാനുകോടി ജീവജാലങ്ങൾ ഉണ്ടല്ലേ ദുനിയാവില്. സുബ്ഹാനല്ലാഹ്. എണ്ണിയാൽ തീരാത്ത എത്ര ജീവിക വർഗങ്ങൾ ഈ ദുനിയാവിലുണ്ട്. അവരുടെ ഒക്കെ പ്രാർത്ഥന നമുക്ക് കിട്ടാന്ന് പറയുമ്പോ നമ്മൾ എത്ര വലിയ സൗഭാഗ്യവാന്മാരായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രാധാന്യവും ഹൈറും മനസ്സിലാക്കിയിട്ട് ഈ വഴിയിലേക്ക് നമ്മൾ വരിക, മറ്റുള്ളവരെ നമ്മൾ എത്തിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞ്, ആർക്കെങ്കിലും അള്ളാഹു
നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു തആല മതപരമായ അറിവ് നൽകുന്ന വിജ്ഞാനം നൽകും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ച ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നു പറയുന്നുണ്ട്. അറിവിന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കാനും അത് ഒഴിവാക്കാനും ഉപേക്ഷിക്കാനും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീഴ്ചകൾ നീ പരിഹരിച്ച് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ നിന്നുള്ള രോഗികൾക്ക് നാഥാ നീ ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ നാഥാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.